Ladies and gentlemen, this is Adarsh and welcome to My Kanayadi. My Lord, സിറയാണ് തമിഴിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് പടം. അതിൽ ആർക്കും ഒരു അഭിപ്രായം വ്യത്യാസം ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും ഞാൻ സമ്മതിക്കില്ല. കിട്ടു പടമാണ് സിറ. എന്നാൽ സിറയ്ക്ക് ശേഷം എന്ത്? അതാണ് മൈ ലോർഡ്. കിട്ടുപടം പറഞ്ഞ പീക്ക് സിനിമ. ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. എന്റെ മാമന്റെ മോന്റെ പടമൊന്നുമല്ല എക്സാജറേറ്റ് ചെയ്ത് പറയാൻ. ദിസ് എ വെരി നൈസ് ഫിലിം. പൊളിറ്റിക്കൽ സറ്റയർ ആണ് ഈ സിനിമയുടെ ജോണർ. അതായത് പൊളിറ്റിക്സ് പറയും, പൊളിറ്റിക്കൽ ഇവന്റ്സിനെ പറ്റി പറയും, ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് വെറുപ്പിക്കില്ല. ഈ ഹ്യൂമർ കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോമഡി കോട്ട് ചെയ്തിട്ടാണ് പറയുക. അതുകൊണ്ട് നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഈ എന്നാ താൻ കേസ് കൊണ്ട് സിനിമ എല്ലാവരും ഫേവറേറ്റ് അല്ല. എന്നാൽ അങ്ങനത്തെ സിനിമ ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. പൊളിറ്റിക്കൽ സറ്റയർ ജോണറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ് മൈ ലോർഡ്. സോ ശശികുമാർ, ചൈത്ര, ആശാ ശരത് ഇവരൊക്കെ അഭിനയിച്ച പടമാണ് മൈ ലോർഡ്. ചൈത്ര പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. സപ്തസാഗര, ഡാച്ചിയലോ, സൈബി, അതിൽ റുക്കുവിന്റെ ഒപ്പം വേറൊരു നായിക ഉണ്ടായിരുന്നു. അതാണ് ചൈത്ര അച്ചാർ. കിടു പെർഫോമർ ആണ്. ആളുടെ റീസെന്റ് സിനിമാസ് നോക്കിയാൽ ഷി വാസ് എ പാർട്ട് ഓഫ് 3 BHK, വൃത്ത സിനിമയുടെ ഒരു പാർട്ടാണ്. ആൻഡ് ശശികുമാറിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ ഇപ്പൊ പീക്ക് സാധനമാണ്. നന്ദൻ, അയോധി, ടൂറിസ്റ്റ് ഫാമിലി, ഇപ്പൊ വദന്തി സീസൺ 2 ഇങ്ങേരാണ് മെയിൻ ലീഡായി ചെയ്യുന്നത്. അങ്ങേരിപ്പോ വേറെ ലീഗാണ്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ മറ്റേ കടം കൊടുക്കലും കടം വാങ്ങിക്കലും ആ പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് കുറെ പേരുടെ ആ ഒരു ഗ്രാമത്തിലുള്ള സകലമായ ആൾക്കാരുടെ വയറ്റിലും ഒരു സ്റ്റിച്ച് ഇട്ട മാർക്ക് അല്ലെങ്കിൽ എന്തോ ഒരു ഓപ്പറേറ്റ് ചെയ്തൊരു മാർക്ക് ഉണ്ട്. എനിക്ക് ഈ സംഭവം കണ്ടപ്പോ ഒരു പിടി കിട്ടിയില്ല. പിന്നെയാണ് മനസ്സിലായത് കിഡ്നി മോഷണം, കിഡ്നി വിൽപ്പന. അവിടെ അങ്ങോട്ട് പടം ഓണാണ്. ഈ സിനിമയിൽ പെർഫോമൻസ് മാത്രമല്ല, സ്റ്റോറി ടെല്ലിംഗ്, മ്യൂസിക് വർക്ക് എല്ലാം കിട്ടു സാധനമാണ്. ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത് കണ്ടൊരു പടം ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയില്ല. അതായത് കോമാളിത്തരമല്ല, സോളിഡ് സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ഐ എൻജോയ് എവറി ബിറ്റ് ഓഫ് ദിസ് ഫിലിം. പെർഫോമൻസ് വൈസ് ഒക്കെ എടുത്ത് പറയാം. ശശികുമാറിന്റെയും ചൈത്രയുടെ ഒക്കെ പെർഫോമൻസ് പീക്കായിരുന്നു. സോ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആശാ ശരത് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ആളുടെ 2 കിഡ്നി അടിച്ചു പോയിരിക്കുകയാണ്. ആള് ഡയാലിസിസിലൂടെയാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആൾക്ക് AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളിന് കിഡ്നി വേണം. അത് നമ്മുടെ ശശികുമാറിനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കിഡ്നി കൊടുക്കോ, കിഡ്നി കിട്ടോ, കൊച്ചു തട്ടിപ്പോവോ, ഇതൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം ട്വിസ്റ്റും പരിപാടിയും കൊണ്ടുവരുന്നത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഒക്കെ നൈസ് ആയിരുന്നു. നൈസ് പറഞ്ഞാൽ നല്ലൊരു ഇമോഷണൽ എൻഡിങ് ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശശികുമാറും ചൈത്രയും തമ്മിൽ മത്സരമായിരുന്നു. ആരാണ് കിടുവായിട്ട് പെർഫോം ചെയ്യുക. ആൻഡ് രണ്ടുപേരും അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇവൻ ആശാ ശരത്ത് വരെ, ആശാ ശരത്തിന് ഒരു നെഗറ്റീവ് ഷെയ്ഡഡ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ആശാ ശരത്ത് വരെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സോ ആശാ ശരത്ത് ഇപ്പോ മറ്റേ നടു സെന്റർ ഒക്കെ അങ്ങനത്തെ തമിഴിൽ നല്ല നല്ല റോൾ കിട്ടുന്നുണ്ട്. നടു സെന്റർ സീരീസിൽ ഒരു പാട്ടായിരുന്നു ആശാ ശരത്ത്. നന്നായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നത്. ഇവൻ അതിലൊരു കൃഷ്ണകുമാരൻ അങ്ങനെ എന്തോ ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ട്, ഈ ശശികുമാറിനെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ വരുന്നത്. അങ്ങേര് വരെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഗുരു സോമസുന്ദരം ഉണ്ട്, അങ്ങേര് നൈസ് ആയിരുന്നു. ഈ ചൈത്രയും അതേപോലെ തന്നെ ശശികുമാറും തമ്മിലുള്ള ഒരു റൊമാൻസ് സീൻ ഉണ്ട്, കുറച്ച് റൊമാൻസ് സീൻസ് ഉണ്ട്, ഒരു ലവ് ട്രാക്ക് ഉണ്ട്. എന്ത് രസമാണ് കണ്ടിരിക്കാൻ. ഷീ ഈസ് ഡാം ബ്യൂട്ടിഫുൾ ബ്രോ. ഈ ലുക്ക് വൈസ് മാത്രമല്ല പെർഫോമൻസ് വൈസും വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻ ടൗൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ചൈത്ര. അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ ചൈത്രയുടെ ദേഹത്ത് പ്രേതം കൂടിയ പോലെ ഒരു സംഭവം ഉണ്ട്. അച്ഛന്റെ പ്രേതം കയറും, എന്നിട്ട് ചൈത്രയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ നൈസ് സാധനമായിരുന്നു. സോ ടു മീ മൈ ലോർഡ് പറയുന്ന സിനിമ വൺ ഓഫ് ദ ബെസ്റ്റ്, ഈ അടുത്ത കാലത്ത് ഇറങ്ങി വൺ ഓഫ് ദ ബെസ്റ്റ് പടം, വൺ ഓഫ് ദ ബെസ്റ്റ് പൊളിറ്റിക്കൽ സറ്റയർ ആണ് മൈ ലോർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ ഈ സിനിമയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്നാത്താ കേസ് കൂട് പോലത്തെ സിനിമയൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ കണ്ടു നോക്കേണ്ട സിനിമയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. മൈ ലോർഡ് ഈസ് സ്ട്രീമിംഗ് ഓൺ Amazon Prime.